നേരത്തെ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും കൊച്ചി അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിലും രാജ്ഭവനിലും എല്ലാം ബോംബ് ഭീഷണി സംബന്ധിച്ചൊരു മെസ്സേജ് കിട്ടിയിരുന്നു. സെക്രട്ടേറിയറ്റിലും കൊച്ചിയിലും എല്ലാം എപ്പോഴും പരിശോധന തുടരുകയാണ്. രാജ്ഭവന്റെ പരിസരത്ത് നിന്ന് ഇപ്പോൾ സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, എന്താണ് അവിടെ നടക്കുന്നത്? അജിംസ്, ഞാൻ രാജ്ഭവന് മുൻപിലാണ് ഉള്ളത്. രാജ്ഭവനിലും ബോംബ് ഭീഷണി ഉണ്ട്. ഈ മദ്രാസ് ടൈഗേഴ്സ് എന്ന പേരിലുള്ള ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ രാജ്ഭവനും ബോംബ് വെച്ച് തകർക്കുമെന്നുള്ള ഭീഷണിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഈ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഈ രാജ്ഭവന് അകത്ത് പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്ഭവന് മുൻപിൽ സാധാരണ ഉള്ള ഒരു പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുറച്ച് ദിവസങ്ങളായി ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ രീതിയിലുള്ള ഒരു ഭീഷണി പല ഭാഗത്തും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തകർക്കും, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെച്ച് തകർക്കും, അതോടൊപ്പം തന്നെ ജില്ലാ കോടതിയും ഈ പല സബ് കോടതികൾക്കും സമാനമായ ഭീഷണി വന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വളരെ ഈ ദ്രുതഗതിയിലുള്ള ഈ പരിശോധനകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ ബോംബ് വെച്ചതിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പശ്ചാത്തലം എന്നുള്ളത് പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ഒരു സമയമാണ്. ഒന്നാമത് കാശ്മീരിലെ ഈ തീവ്രവാദി ആക്രമണം നടന്ന ഒരു സമയമാണ് എന്ന് മാത്രമല്ല, 2-ാം തീയതി വിഴിഞ്ഞം ഈ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ രാജ്ഭവനും ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും അടക്കമുള്ള ഈ സംസ്ഥാനത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും സുരക്ഷയുള്ള ഈ സ്ഥലങ്ങളിൽ ഈ ബോംബ് ഭീഷണി വരുന്നത്. ഇത് പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെ കാണുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ ബോംബ് വെച്ചതിൻ്റെതായ യാതൊരു ലക്ഷണവുമില്ല. ബോംബ് സ്ക്വാഡും പ്രത്യേകം പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡോഗ് സ്ക്വാഡുമാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാജ്ഭവൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല. ഈ പരിശോധനകൾ തുടരുകയും രാജ്ഭവൻ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അജിംസ്.